ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്. എപ്പോഴത്തെയും പോലെ തന്നെ ഓണവും ക്രിസ്മസും ഒക്കെ തീരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം വരുമല്ലേ. ആ സങ്കടം ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എണീക്കുമ്പോഴും ഉണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ സങ്കടം കൂടിയിട്ട് നിലുവിന് പൊട്ടും കരിയൊക്കെ വരച്ചു കൊടുത്തായിരുന്നു കേട്ടോ, ഒരു രസത്തിന്. ഇവിടെ നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന് ചെറിയൊരു പ്രശ്നം. അത് പ്യൂരിഫൈ ചെയ്ത് വരുന്ന വെള്ളത്തിൻ്റെ ഒരു ട്രിപ്പിൾ ഇരട്ടി, ഒരു 3 മടങ്ങൊക്കെ വേസ്റ്റ് വാട്ടറായിട്ട് വരുന്നു. അപ്പോൾ ഒരു ബക്കറ്റൊക്കെ വെച്ചാൽ സാധാരണ നമുക്ക് ഒരു ട്രിപ്പിലേക്കുള്ള വെള്ളം നിറഞ്ഞ് കിട്ടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ മറ്റേ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ബക്കറ്റ് ഓവർഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അത് നമുക്ക് ഒരു 25 ലിറ്ററിൻ്റെ ഒരു ഇത് നിറച്ച് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എണീറ്റപ്പോൾ ഒരുപാട് താമസിച്ചു. അമ്മ ദോശയും ചമ്മന്തിയൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ ഇടയിൽ പോയി എൻ്റെ 2 റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡും ഒക്കെ കൊണ്ട് വെക്കേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് കിച്ചണിലേക്ക് രാവിലെ ക്യാമറ എടുത്തില്ല. ഞാനും കുക്കു സാറും കൂടിയിട്ട് കഴിക്കേണ്ടതെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. കുക്കുവിനും അമ്മ ദോശ കൊടുത്തിരുന്നു. എന്നിട്ടാണ് നിലുവിന് ഇപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനും ആലനും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ പൊട്ടും കരിയൊക്കെ വരയ്ക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ആലനും കുക്കുവിനും ഒന്നും ഒട്ടും ഇഷ്ടമല്ല ഈ പൊട്ടും കരിയൊക്കെ വരയ്ക്കുന്നത്. ഞാനും ആലനുമായിട്ട് ഇന്നലെ ഒന്ന് ഉടക്കിയായിരുന്നു. ആലനുമായിട്ട് ഉടക്കി കഴിഞ്ഞാൽ ആലന് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യവും ഞാൻ ചെയ്യും. അതിൽ ഒരു കാര്യമാണല്ലോ ഈ പൊട്ടും കരിയൊക്കെ വരയ്ക്കുന്നത്. അതുകൊണ്ടും കൂടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. മീൻ ആലൻ വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 100 രൂപയ്ക്കാണ് ഒരു ആവോലി, 200 രൂപയ്ക്ക് 2 ആവോലിയും കുറച്ച് കണവയും. കണവ വന്നു കഴിഞ്ഞാൽ ഈച്ച ബോണസ് ആണല്ലോ. അതാണ് നിങ്ങൾ കുറച്ച് മുന്നേ തൊട്ട് ഇവിടെ ഈച്ച കാണുന്നത്. ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നതനുസരിച്ച് ഈച്ചയും കൂടുന്നുണ്ടായിരുന്നു. പിന്നെ ആവോലി അമ്മ ക്ലീൻ ചെയ്തു, വെളിയിൽ കൊണ്ടുവച്ചിട്ട് ക്ലീൻ ചെയ്തു. ഞാൻ കണവ അകത്ത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തു. ഈ ഹാൻഡ് ടവലൊക്കെ ഒരു ഷോയ്ക്ക് വാങ്ങിച്ച് ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അറിയാതെ കൈ ആ 2 സൈഡിലോട്ടും പോവും. അങ്ങനെ ഈ കണവ വെട്ടുന്നതിൻ്റെയൊക്കെ ഇടയിൽ 2-3 പ്രാവശ്യം എനിക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകേണ്ടി വന്നു. അപ്പോഴെല്ലാം അവിടെ ഞാൻ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും ആ കണവയുടെ ആ വെള്ളവുമായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കിച്ചണിലെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് കയറി അങ്ങ് കുളിക്കാമെന്ന്. കണവയൊക്കെ വൃത്തിയാക്കി വെച്ച് ആവോലി അമ്മ വൃത്തിയാക്കി വെച്ചത് ഞങ്ങൾ ഫ്രിഡ്ജിലേക്കാക്കി നാളത്തേക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് കുക്കറിൽ അരിയിട്ടു. വെജിറ്റബിൾ എന്താണ് ഉണ്ടാക്കുക എന്ന് വെച്ച് ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ക്യാബേജ് ഇരിപ്പുണ്ട്, പ്ലസ് 3-4 പച്ചക്ക ഇരിപ്പുണ്ട്. പച്ചക്കയുടെ സ്കിന്നൊക്കെ ഏകദേശം ഈ കളറായി കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് പച്ചക്ക തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 പച്ചക്ക എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അവിയൽ വെക്കാൻ പച്ചക്ക മാത്രം പോരല്ലോ, മമ്മി പച്ചക്ക മാത്രമായിട്ട് അവിയൽ വെക്കും, മദർ ഇൻ ലോ. പക്ഷേ എനിക്ക് അവിയലിൽ ഒരുപാട് വെറൈറ്റി പച്ചക്കറികൾ കിടക്കുന്നതാണ് ഇഷ്ടം. പല നിറവും വേണം. ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു വഴുതനങ്ങയും പിന്നെ ഈ 3 പച്ചക്കയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു അര തക്കാളിയും കൂടെ ഒക്കെ ആഡ് ചെയ്തു. 2-3 ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് കുഴച്ചാണ് വേവാൻ വെച്ചിരിക്കുന്നത്. പച്ചക്കറി വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് അവിയലിനെ വേവിച്ചാൽ അത് അങ്ങ് കലങ്ങി പോവാണ്ട് ഒരുവിധം തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ കിട്ടും കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കൂ. അതങ്ങനെ വേർതിരിഞ്ഞ് തന്നെ നിൽക്കും പച്ചക്കറികളെല്ലാം. പിന്നെ അവിയലിൻ്റെ പച്ചക്കറികൾ വെന്തപ്പോൾ അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും ഇത്തിരി പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചതും പിന്നെ ലേശം തൈരും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് പച്ചക്കയൊക്കെ ഉടച്ചിട്ടാലല്ലേ അവിയലിൻ്റേതായൊരു ടെക്സ്ചർ വരത്തുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതിന് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ അവിയൽ റെഡിയായി. അവിയലിനുള്ള അരപ്പ് എടുത്ത് തന്നപ്പോഴേക്ക് ബാക്കി രണ്ടും ഒരുമിച്ച് അമ്മ എടുത്തിട്ട് ആദ്യം കുറച്ച് അവിയലിലേക്ക് ഇട്ടിട്ട് അതേ കൂട്ടിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ചേർത്തിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുത്തു മോരിനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ചിൻ്റെ മെനു കണവ റോസ്റ്റും മോരും അവിയലുമാണ്. അവിയലിനുള്ളത് അടുപ്പിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ അവിടെ നിന്ന് അരിഞ്ഞത്. സവാളയും ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിലാണ് കേട്ടോ ഞാൻ കണവ റോസ്റ്റ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് സവാളയും ചെറിയുള്ളിയും ആഡ് ചെയ്ത് കൊടുത്തു. കറിവേപ്പില ഇല്ലാതായിപ്പോയത് വലിയ വിഷമമായിപ്പോയി. അപ്പുറത്ത് നിന്ന് നോക്കിയിട്ട് കൈ എത്തുന്ന ദൂരത്തൊന്നും ഇല നിൽപ്പില്ല. അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ അത് വഴന്ന് വരുന്ന ഒരു പരുവത്തിന് ആ ഒരു നിറത്തിലിരിക്കും നമ്മുടെ കറി. അപ്പോൾ നമുക്ക് കറി ഒന്ന് ചുവന്നിരുന്നാൽ മതിയെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ബാക്കി അരപ്പ് ആഡ് ചെയ്യാം. എനിക്കിത് നല്ല കളറിലിരിക്കണം. അതുകൊണ്ട് ഈ ബിരിയാണിയുടെ പുറത്തിടുന്ന ഉള്ളിയുടെ പരുവാവുന്നത് വരെ ഞാൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി, ഇത്തിരി മതി മഞ്ഞൾപ്പൊടി. കളർ എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ഇത്തിരിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ഒരു അളവനുസരിച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ലേശം മല്ലിപ്പൊടി, കുറച്ച് സാദാ മുളക് പൊടി, കുറച്ചധികം കാശ്മീരി മുളക് പൊടി. ഇനി ഈ അരപ്പൊന്ന് പച്ച ഒരു ചുവയുണ്ടല്ലോ, അതൊന്ന് ആ ഒരു മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി അതിൻ്റെ കൂടെ കിടന്നൊന്ന് വെന്ത് കുഴയുന്ന സമയം നമുക്ക് കണവ അരിഞ്ഞെടുക്കാം.
ഞാൻ ലില്ലിയമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മയും പറയും ഇടയ്ക്കിടയ്ക്ക്, നമ്മൾ കറിയിലേക്ക് ഇടുന്നത് വരെ മീൻ നുറുക്കരുതെന്ന്. മാക്സിമം വലിയ പീസസ് ആയിട്ട് വെക്കണം. പിന്നെ വെള്ളത്തിൽ തന്നെ ഇട്ടും വെച്ചിരിക്കണം എന്ന്. അത് എത്ര വൈകുന്നോ അത് വെള്ളത്തിൽ തന്നെ അധികം നുറുക്കാതെ കിടക്കുന്നതാണ് നല്ലതെന്ന്. പൊരിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ തക്കാളി വഴന്ന് വരുന്ന സമയത്തിന് ഞാൻ കണവ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ അത് ഈ കുക്കറിലേക്ക് ഇട്ടു. അതിട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും കണവ കൂടുതലും അരപ്പ് കുറവുമാണെന്ന്. അങ്ങനെയല്ല, കണവ കുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഷൂന്നും പറഞ്ഞങ്ങ് ചുരുങ്ങും. അരപ്പ് ഒരുപാടും കണവ കുറച്ചും ആവും. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ വരെ അടിക്കണം. കണവ നമുക്ക് രണ്ട് രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന്, ആദ്യത്തെ ഒരു 3 മിനിറ്റിനുള്ളിൽ കണവ കുക്ക് ചെയ്ത് മാറ്റണം. പിന്നെ കുക്ക് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ 3 മിനിറ്റ് കൊണ്ട് കണവയുടെ മാംസം സോഫ്റ്റ് ആവും. പക്ഷേ ആ 3 മിനിറ്റ് കഴിഞ്ഞാൽ കണവയുടെ മീറ്റ് റബ്ബർ പോലെയാവും. ഇതിലെ രണ്ടാമത്തെ രീതിയാണ് ഇങ്ങനെ റബ്ബർ പോലെ ആയ കണവയെ വീണ്ടും ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഈ ഒരു 3-4 വിസിൽ അടുപ്പിച്ച് പിന്നെയും സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളത്. ഇത് സീ ഫുഡ് ആയതുകൊണ്ടും ഇവിടെ കുട്ടികളൊക്കെ കഴിക്കേണ്ടത് കൊണ്ടും ഞാൻ രണ്ടാമത്തെ മെത്തേഡാണ് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ 3 മിനിറ്റ് പരിപാടി സമയമില്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. മസാല തേച്ച് അങ്ങോട്ട് ഇട്ടിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി 3 മിനിറ്റ് കൊണ്ട് മറിച്ചും തിരിച്ചിട്ടാലും കണവ സോഫ്റ്റായിട്ട് കിട്ടും, ഫ്രൈ പീസസ് ആണെങ്കിൽ പോലും. പക്ഷേ എനിക്ക് താല്പര്യവും, ഞാൻ അങ്ങനെ പറയുവാണെങ്കിൽ സ്ലോ കുക്കിംഗ് തന്നെയാണ് എപ്പോഴും സീ ഫുഡിന് നല്ലത്. അത് എത്രത്തോളം കുക്കാവുന്നോ അത്രയും നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കണവ കൊണ്ടുവന്ന് വെച്ചപ്പോൾ വന്ന് ഈച്ചേനെ ഓടിക്കാൻ പല പണിയും നോക്കിയിട്ട് നടക്കുന്നില്ല. വീണ്ടും ഞാൻ ഡെറ്റോളും പുൽത്തൈലവും ആ മിക്സ്ചർ, ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുള്ള മിക്സ്ചറിൻ്റെ അകത്തേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ടാണ് ഇവിടെയൊക്കെ തളിച്ചിട്ടിരിക്കുന്നത്. ആ മാറ്റ് ഞാൻ പേർപ്പസ്ഫുള്ളി എടുത്ത് മാറ്റാറുന്നതാണ്. അതിൻ്റെ പുറത്തും കൂടെ നല്ലപോലെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. നേരത്തെ വെള്ളമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈച്ചയുടെ ശല്യം ഒരു കുറവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു സൊല്യൂഷൻ തന്നെ തറയിലൊക്കെ അങ്ങോട്ടിട്ടിട്ട് മോപ്പിൽ വെള്ളമൊന്നും നനച്ചിട്ടില്ല. അത് ചുമ്മാ എൻ്റെ ഉദ്ദേശം അതൊന്ന് തറയിൽ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്, ഈച്ച വരാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്ക് കണവയുടെ വിസിൽ വന്നു കഴിഞ്ഞ് ഞാനത് തുറന്നപ്പോഴേക്ക് ഇന്നിവിടെ ബീഫാണോ മേടിച്ചത്, ഇറച്ചിക്കറിയുടെ മണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ ചെക്ക് ചെയ്യാൻ വന്നിരുന്നു. സ്ക്വിഡാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുറേ നേരം സ്ക്വിഡ് ഗെയിമിനെ കുറിച്ച് സംസാരിച്ചു വീണ്ടും. എന്നിട്ട് അതിലെ മീറ്റ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് തിളപ്പിച്ച് അങ്ങ് വറ്റിക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് ക്രഷ്ഡ് പെപ്പർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കൈവച്ച് ഞാൻ പുറത്തൂടെ തൂവി കൊടുത്തത് ഗരം മസാലയാണ്. അത് അധികമാവാൻ പാടില്ല. സീ ഫുഡിൽ ഗരം മസാല അധികമായാൽ അതിൻ്റെ ടേസ്റ്റ് മണവും ഒക്കെ അപ്പാടെ മാറിപ്പോവും. പിന്നെ ഈ കൊഞ്ചിലും കണവയിലും ഒക്കെ ലേശം ഇടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഒരു പിഞ്ച് മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ കൈവച്ചെടുത്തിട്ടത് ഗരം മസാല. പിന്നെ ഇവിടെ കഴുകാനായിട്ട് ആകെ കണവ റോസ്റ്റ് ചെയ്ത ഒരു കുക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ കഴുകി കിച്ചൺ വീണ്ടും തുടച്ചു. എന്നിട്ട് എല്ലാം ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇവിടുന്ന് സെർവ് ചെയ്തെടുക്കാനാണ് എളുപ്പം. ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. ഉച്ചയ്ക്ക് വന്ന് ഞാൻ കഴിക്കാനെടുക്കുമ്പോഴാണ് എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റുന്നത്. പ്ലേറ്റിലോട്ടൊക്കെ എടുത്ത് വെക്കാൻ ഇവിടുന്ന് വെക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഈ ഗ്യാസിൻ്റെ പുറകിൽ നിന്ന് ഓരോന്നും ഇത് എടുത്ത് തിരിച്ച് അവിടെ വെക്കണ്ടേ. അതുകൊണ്ടൊരു ബൊഫേ സിസ്റ്റം പോലെ ഇവിടെ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. ഇതിപ്പോൾ കുക്കുസാറിനുള്ള ചോറാണ് ഞാൻ ഇടുന്നത്. ഡാഡയുടെ ഒരു ഫ്രണ്ട് ഒരു മന്തല്ല കുറച്ച് ദിവസം മുന്നേ മരിച്ചു പോയിരുന്നു. അപ്പോൾ പുള്ളിക്ക് മക്കളും റിലേറ്റീവ്സും ഒക്കെ എബ്രോഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ 30 പൂജ ഇന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ ഡാഡ രാവിലെ പൂജയ്ക്കായിട്ട് പള്ളിയിൽ വന്നിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ കുക്കുവിനെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുക്കുവിനെ ഞാനങ്ങ് ചോറ് കൊടുത്ത് നിർത്തിയേക്കുക. ഇപ്പോൾ തന്നെ ഒരു 12:45 1 മണി അടുപ്പിച്ചായിട്ടുണ്ടാവും. ഈ സമയത്ത് എന്തായാലും അവിടെ ഉള്ള എല്ലാവരും ചോറ് കഴിച്ച് കാണും. പിന്നെ ചെന്നിട്ട് മമ്മിയോ ചേച്ചിയോ ഇവന് ചോറ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിലൂന് അമ്മ ആ കുരിശടിയുടെ സൈഡിൽ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ട്. അത് ലിലിയംച്ചിയുടെ വീട്ടിൽ നിന്ന് നടന്നോളൂ. അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മച്ചി ഒരു കിണ്ണിയിൽ ഇച്ചിരി ചോറും കറിയും കൂടി ഇട്ട് കൊടുക്കും. അവിടെ നിർത്തി തന്നെ അമ്മ അങ്ങ് വാരി കൊടുക്കും. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് നിന്നാലും നമ്മുടെ സ്കൈയൊക്കെ നല്ല ക്ലിയർ ആട്ടോ, നല്ല വ്യൂ ആണ്. പക്ഷേ ഒടുക്കത്തെ വെയിലാണ്, അങ്ങോട്ടെങ്കിലും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. ഒരു 6-6:30 മണിയാകുമ്പോഴേ നല്ല തണൽ കടപ്പുറത്ത് ഇപ്പോൾ കിട്ടാറുള്ളൂ. 2-3 ദിവസമായിട്ട് കുക്കുസാറ് പറയുന്നുണ്ട് കേട്ടോ, വൈകുന്നേരം കുറച്ച് നേരം കടപ്പുറത്ത് പോയി മണ്ണ് വാരി കളിക്കണം എന്നൊക്കെ. ഇപ്പം ഞാൻ ഓരോ ദിവസവും പോയി ഈ തിര വരുന്ന ലെവൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് ഒരുപാട് വരെ വരുന്നത് കൊണ്ടാണ് ഞാൻ പേർപ്പസ്ഫുള്ളി പോകാത്തത്. പോയി ഇരുന്ന് കളിക്കാമെന്ന് വെച്ചാൽ ഞാൻ പോയാൽ ഇതൊരു പാക്കേജ് ആയിരിക്കും. സേറമോളെയും കൊണ്ടുപോകണം, നിലുവിനെയും കൊണ്ടുപോകണം, കുക്കുവിനെയും കൊണ്ടുപോകണം. ഇവർ ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരുടെ ഒരു മട്ടങ്ങ് മാറും കേട്ടോ. ഞാൻ പറഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ല. പിന്നെ കാല് നനയ്ക്കണമെന്നാവും. പിന്നെ അവസാനം ഞാൻ ദേഷ്യപ്പെട്ട് വേണം എല്ലാത്തിനെയും തിരിച്ച് വീട്ടിലെത്തിക്കാനായിട്ട്.
പിന്നെ ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ചു. അത് കഴിഞ്ഞ് ഇത്തിരി നേരം ഒന്ന് കിടന്നു. ഞാൻ ഉറങ്ങി വന്നപ്പോഴേക്ക് നിലു എണീറ്റു. അമ്മ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേറെ പുറത്തൊന്നുമല്ല, കൊച്ചുപപ്പയ്ക്ക് കേബിളിൻ്റെ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ മന്ത്ലി ഉള്ള എമൗണ്ട് പിരിക്കാനായിട്ട് അത് യൂഷ്വലി മിനി ആൻറ്റിയും വേറൊരു സ്റ്റാഫും ഉണ്ടായിരുന്നു. 2 ഏരിയയിലോട്ട് പോയി അങ്ങനെയായിരുന്നു അത് പിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്റ്റാഫിനെന്തോ തൈറോയിഡിൻ്റെ എന്തോ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് പുള്ളിക്കാരത്തി ബാക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അമ്മ ഞാൻ വെറുതെ വീട്ടിലിരിക്കുമല്ലേ, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ജോലിക്കൊക്കെ പോകണം എന്നുള്ളത് ഒരാളുടെ ആഗ്രഹമാണെങ്കിൽ പിന്നെ അത് സാധിച്ചു കൊടുക്കണ്ടേ. ഇതിൻ്റെ പിന്നിലും കൊച്ചുപപ്പ തന്നെയാണ് കേട്ടോ. കൊച്ചുപപ്പ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോയേക്കുന്നത്. അപ്പോൾ അത് അമ്മ പോകുന്നത് വൈകുന്നേരം ഒരു 3 മണി 3:30ക്കുള്ളിൽ അമ്മ ഇവിടുന്ന് ഇറങ്ങും. ലൂക്കുട്ടനോ കണ്ണനോ ആരെങ്കിലും പിരിക്കേണ്ട ഒരു സ്ഥലത്തോട്ട് കൊണ്ട് ഇറക്കും. അവിടെ നിന്ന് അമ്മ പിരിച്ച് കുരിശുമൂട് വരെ വരും. അതുകൊണ്ട് വൈകിട്ടിപ്പോൾ ഞാനും നിലുവും മാത്രമായി. കുക്കു സാർ ഇതിനിടയ്ക്ക് ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴേക്ക് ഡാഡ അവനെയും കൊണ്ട് പോയായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആ ഫുട്ടേജ് എടുക്കാൻ പറ്റിയില്ല. ആൾ വളരെ ഹാപ്പി ആയിട്ടാണ് പുലിച്ചിറയിലോട്ട് പോയിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഓണത്തിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അവനവൻ്റെ ഫോൺ എടുക്കാൻ മറന്നിരുന്നു. ഇന്ന് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഇവിടെ ഒന്നും ഇരിപ്പില്ല. അപ്പോഴാണ് എനിക്ക് ചേച്ചി തന്നിട്ട് അലുവയുടെ കാര്യം ഓർമ്മ വന്നത്. അലുവയും ചായയും തമ്മിൽ അധികം ചേരുന്ന പോലെ എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ 2 കട്ടനാണ് ഇട്ടത്. ഞാൻ അലുവ എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നിലുവും വന്നു, അവനും വേണമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. ലിലിയംച്ചിയും മണിച്ചി എൻ്റെ ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അവിടെ വണ്ടി നിർത്താൻ അവൻ സമ്മതിച്ചില്ല. സേറമോളുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് ബഹളം വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഈ വണ്ടി ഇവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അനീചാച്ചൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. വള്ളം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ഇപ്പോൾ ഈ ഉണ്ണീഷു അങ്ങ് വലുതായിപ്പോയി, പുൽക്കൂട് ചെറുതായിപ്പോയെന്ന് പറയുന്ന പരുവത്തിലാണ് ഈ വണ്ടി ഇപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ സ്ട്രോളർ ഇനി ഇരുത്തി തുരുമ്പടിച്ചൊന്നും കളയണ്ട, മാക്സിമം ഇപ്പോൾ അത് പറ്റുന്ന രീതിക്ക് യൂസ് ചെയ്യാമെന്ന്. കുക്കു ഇവനെയും വെച്ചിട്ട് ഇതിവിടെയൊക്കെ ഉന്തിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുക്കു ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇതിലിരുത്താമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് അവനെ അതിലിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തള്ളിക്കൊണ്ട് നടന്നോളും. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ്. കുരിശുമൂട്ടിലെ മറ്റൊരു കുഞ്ഞമ്മാവ എന്ന് പറയുന്ന കുഞ്ഞമ്മാവയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അത് ഞാൻ ക്യാമറയിൽ കിട്ടാനായിട്ട് ശ്രമിച്ചപ്പോൾ ലിവിക്കുട്ടൻ അത് മുടക്കുന്നതാണ് കേട്ടോ. എന്നെ കുഞ്ഞുവാവയെന്നും ഇവനെ കുഞ്ഞൻ വാവയെന്നുമാണ് വിളിക്കുന്നത്. ഈ ഒരു ചെറിയ വ്യത്യാസം ഞങ്ങളുടെ പേരുകളിലുണ്ട്. പക്ഷേ ആരും മുഴുവൻ വിളിക്കാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഇവിടുത്തെ കുഞ്ഞ തന്നെയാണ്. നിലുവിന് ഇന്നലെ വൈകിട്ടാണ് കേട്ടോ ഞാൻ ഈ പൊട്ടും കരിയൊക്കെ വരയ്ക്കുന്നത്. ഇന്ന് രാവിലെ ഇവനെ കണ്ടപ്പോൾ തൊട്ട് ഇവന്മാരൊക്കെ കൂടി ഇവൻ്റെ പേരങ്ങ് മാറ്റി. ഇവരെല്ലാവരും ഇവനിപ്പോൾ ശ്രീക്കുട്ടി എന്നാണ് കേട്ടോ വിളിക്കുന്നത് നിലുവിനെ. ഇനി ഈ കരിയും പൊട്ടും മായ്ച്ചു കഴിഞ്ഞാൽ നിലു എന്ന് വിളിക്കുമെന്നാണ് പറയുന്നത്. കണ്ണനും വിച്ചുവും കൂടെ കേബിളിൻ്റെ പണിക്ക് പോയതാണ് കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിച്ചു ഇപ്പോൾ ഗസ്റ്റ് റോളിലാണ്. അത് വീണ്ടും പെർമനൻ്റ് ആയി കേട്ടോ. അവനും കുരിശുമൂട് വിട്ട് പോകാൻ വയ്യ. അവനും തിരിച്ച് ഇവിടെ തന്നെ എത്തി. എറണാകുളത്തൊക്കെ വേറൊരു ജോലിക്ക് വേണ്ടി ആൾ പോയതാണ്. ഇപ്പോൾ തിരിച്ച് വീണ്ടും ഇവിടെ എത്തി. ഞങ്ങളങ്ങനെ ഇരുന്നപ്പോഴേക്ക് ആലൻ തിരിച്ചു വന്നു. സിസിജിയിൽ പോയിരുന്നു. വൈകുന്നേരം 3 മണിക്ക് മറ്റോ ആലന് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ നിപ്പായി. പിന്നെ ആലൻ നേരെ വീട്ടിൽ കൊണ്ടിറക്കി. ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ നോയയും കൊച്ചുവും വന്നിട്ടുണ്ടായിരുന്നു സേറയായിട്ട്. വീണ്ടും ഈ വണ്ടിയും തള്ളിയുള്ള നടപ്പ് തുടങ്ങി. പിന്നെ ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പോയി ചപ്പാത്തിയൊക്കെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അമ്മയ്ക്കുള്ള ചോറുണ്ട്. അവിടെ ഇരിക്കുന്ന ചോറും മോരും കണവയും അവിയലും ഒക്കെ 2 പേർക്ക് തികയും. ഞാൻ രാത്രി കഴിക്കുന്നില്ല കേട്ടോ. എനിക്ക് തന്നെ വല്ലാത്ത കുറ്റബോധം, ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ട് ഞാൻ രാത്രി കഴിക്കുന്നില്ല. ആലനുള്ള ചപ്പാത്തി ചെയ്ത് വെച്ചു. അപ്പുറത്ത് നിലുവിനുള്ള അമൃതമാണ്. നിലു അപ്പുറത്ത് തന്നെയുണ്ട്. സേറയും എല്ലാവരുമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അമ്മയും പിരിവ് കഴിഞ്ഞ് വന്ന് കുറച്ച് റിലാക്സേഷനൊക്കെ ആവട്ടെ അമ്മയ്ക്കും. അതുകൊണ്ട് അമ്മയും അവിടെ വെളിയിൽ അവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ചിലപ്പോൾ എനിക്ക് രാത്രി വിശക്കും. അങ്ങനെ വിശന്നാൽ ഞാൻ ഈ ബോക്സിൽ നിന്ന് ഒരു ചപ്പാത്തി എടുത്ത് കഴിക്കും. എൻ്റെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് ഞങ്ങളിതേ കേക്ക് കട്ടിങ്ങിനായിട്ട് വന്നേക്കുവാണ്. കുഞ്ഞമ്മാവയുടെ 2 ചേട്ടന്മാരും വീഡിയോ കോളിലുണ്ട് കേട്ടോ. അവർ 3 പേരാണ്. ട്രയോ, അബി, ബായ്, കുഞ്ഞവാവ. ബാക്കി 2 പേരും ഇപ്പോൾ സ്ഥലത്തില്ല, ഇവനേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതിൻ്റെ പിരിവ് വൈകുന്നേരമേ തുടങ്ങിയിരുന്നു. വഴി തടഞ്ഞുള്ള പിരിവ് വരെയായിരുന്നു ഈ ഒരു കേക്ക് മേടിക്കാനായിട്ട്. കേക്കിന് മാത്രമായിരിക്കത്തില്ല, ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമായ പരിപാടികൾ അവിടെ പുലിമുട്ടിലുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞമ്മാവയുടെ ബർത്ത്ഡേയോടുകൂടി ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, സീ യു.